മലപ്പുറം കൊണ്ടോട്ടിയിൽ പിതാവ് കാറിന്റെ താക്കോൽ നൽകാത്തതിനാൽ മകൻ കാർ കത്തിച്ചതായി പരാതി. നീറ്റാണിമ്മൽ സ്വദേശി ഡാനിഷ് മിൻജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിതാവിന്റെ പരാതിയിലാണ് കൊണ്ടോട്ടി പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അഷ്കർ അലി കരിമ്പ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി കരിമ്പ, വളരെ നിർഭാഗ്യകരമായ കാര്യം, വളരെ അത്ഭുതകരമായി തോന്നുന്നു ഈ വാർത്ത കേട്ടിട്ട്. എന്താണ് സംഭവം? എന്തുകൊണ്ടാണ് ഈ കാർ കത്തിച്ചത്? അരുൺ, പിതാവിനോട് ഈ കാറിൻ്റെ താക്കോൽ മകൻ ഈ കൊണ്ടോട്ടി നീറ്റാണിമ്മൽ സ്വദേശിയായിട്ടുള്ള മിൻഹാജ് താക്കോൽ ആവശ്യപ്പെട്ട് വാഹനമെടുത്ത് പുറത്തു പോകുന്നതിനായി താക്കോൽ ആവശ്യപ്പെടുകയായിരുന്നു. 21 വയസ്സുകാരനെ. പക്ഷേ ഈ മിൻഹാജിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. ഈ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പിതാവ് ഇത്തരത്തിൽ വാഹനത്തിന് താക്കോൽ നൽകാൻ വിസമ്മതിച്ചത്. പക്ഷേ ഇതിൽ പ്രകോപിതനായ മകൻ എന്തു ചെയ്തു? പെട്രോൾ ഒഴിച്ചുകൊണ്ട് ഈ വാഹനം പൂർണ്ണമായും കത്തിച്ചു എന്നുള്ളതാണ്. വാഹനം ഈ പൂർണ്ണമായും കത്തി നശിച്ചതിന് പുറമെ വീടിന് മുന്നിൽ നിർത്തിയിട്ട വാഹനമായിരുന്നു. വീടിൻ്റെ ചില ഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് മിൻഹാജിൻ്റെ പിതാവ് തന്നെ, നീറ്റാണിമ്മൽ സ്വദേശിയായിട്ടുള്ള ഡാനിഷ് മിൻഹാജ് എന്ന ഈ 21 വയസ്സുകാരുടെ പിതാവ് തന്നെ കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകുന്നത്. പരാതി നൽകുമ്പോഴാണ് പോലീസും ഈ വിവരം അറിയുന്നത്. ഈ പരാതിയിൽ തന്നെ പിതാവ് പറയുന്ന കാര്യം, ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ മകൻ വാഹനം ഓടിച്ചപ്പോൾ ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് തരാൻ കഴിയില്ല എന്ന് പിതാവ് വിസമ്മതം അറിയിക്കുകയായിരുന്നു. പക്ഷേ ഇതിൽ പലതവണ പ്രകോപിതനായ മകനാണ് പിന്നീട് പെട്രോൾ ഒഴിച്ചുകൊണ്ട് സ്വന്തം പിതാവിൻ്റെ വാഹനം തന്നെ പൂർണ്ണമായും കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കൊണ്ടോട്ടിയിൽ നീറ്റാണിമ്മൽ വെച്ചായിരുന്നു. ആ വീടിന് ഈ മിൻഹാജിൻ്റെ വീട്ടിന് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് പൂർണ്ണമായും പെട്രോൾ ഒഴിച്ചുകൊണ്ട് തീ കത്തിച്ചു. തുടർന്നാണ് പിന്നീട് പിതാവ് പോലീസിൽ പരാതിയുമായി സമീപിച്ചത്. തുടർന്ന് കൊണ്ടോട്ടി പോലീസ് ഈ മകനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അരുൺ, അഷ്കർ, ഇത് ഏത് വണ്ടിയാണ് ഈ കത്തിച്ചത്? വാഗണർ ആണോ? അരുൺ, ഏത് വാഹനമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിശ്ചയമില്ല. കാരണം പോലീസിൽ എഫ്ഐആർ കൊടുത്ത പരാതി നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഡാനിഷ് മിൻഹാജിന്റെ പ്രായം എത്രയാണ്? 18-ൽ താഴെയാണോ പ്രായം? അല്ല, 21 വയസ്സുകാരാണ് പ്രതി. പക്ഷേ പ്രതിക്ക് ലൈസൻസ് ഇല്ല എന്നാണ് പിതാവ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ലൈസൻസ് ഇല്ലാത്ത ഒരാൾ വാഹനം ഓടിച്ചാൽ സ്വാഭാവികമായും അത് പിതാവിനാണ് അതിൻ്റെ നിയമത്തിൻ്റെ നൂലാമാലകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരിക. ആ കാരണം കൊണ്ട് തന്നെ വാഹനത്തിന് താക്കോൽ താൻ നൽകാതിരുന്നത് എന്നാണ് പിതാവ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഈ പ്രതിയെ 21 വയസ്സുകാരനായ നീറ്റാണിമ്മൽ സ്വദേശിയായിട്ടുള്ള ഡാനിഷ് മിൻഹാജിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഈ ലൈസൻസ് ഇല്ല എന്ന കാരണത്താൽ വാഹനത്തിൻ്റെ താക്കോൽ നൽകാതിരിക്കുക മാത്രമാണ് പിതാവ് ചെയ്ത കുറ്റം. പക്ഷേ അതിൻ്റെ പേരിൽ സ്വന്തം പിതാവിൻ്റെ വാഹനം തന്നെ പെട്രോൾ ഒഴിച്ച് പൂർണ്ണമായും ഈ മകൻ കത്തിച്ചു എന്നുള്ളതാണ് പോലീസിന് നൽകിയ പരാതിയിൽ പിതാവ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുൻപിൽ വെച്ച് തന്നെയാണോ ഈ മകൻ കാർ കത്തിച്ചത്? വീട് കത്തിപ്പോവാതിരുന്നത് ഭാഗ്യമല്ലേ? അരുൺ, ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ സംഭവം ഉണ്ടായത്. പിന്നീട് പോലീസിൽ പിതാവ് പരാതി നൽകിയപ്പോഴാണ് ഈ വിവരം പുറത്തറിയുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതും. വാഹനത്തിന് മാത്രമല്ല വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക കാര്യം. വീടിൻ്റെ കാർ പോർച്ച് നിർത്തിയിട്ട വാഹനമാണ്. അവിടെ വെച്ചുകൊണ്ട് തന്നെ പെട്രോൾ ഒഴിച്ച് ഈ മകൻ കത്തിച്ച് സ്വാഭാവികമായും വീടിൻ്റെ മുൻവശത്തും പല ഭാഗത്തും തീ പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ വീടിനകത്തേക്ക് തീ പടരാതിരുന്നതും വലിയ തോതിൽ ആളി പടരാതിരുന്നതൊക്കെ തന്നെ വലിയ തോതിൽ രക്ഷയായി എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വീടിന് മൊത്തം തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പെട്രോൾ ഒഴിച്ചൊരു വാഹനം കത്തിക്കുമ്പോൾ സ്വാഭാവികം നമുക്കറിയാം വലിയ തോതിൽ തീ ആളിപ്പടുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഈ വാഹനത്തിൽ ആ തീപിടുത്തം ഒതുങ്ങി എന്നുള്ളത് ഒരു രക്ഷയായി നമുക്ക് തോന്നാം. എന്തായാലും വാഹനം പൂർണ്ണമായും കത്തി നശിക്കുകയും വീടിൻ്റെ മുൻഭാഗത്തിന് വലിയ തോതിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രതിയെ ഉടൻ തന്നെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അച്ഛൻ്റെ പരാതിയിലാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും എത്ര വിഷമം ഉണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ അഷ്കർ? കാരണം മകനെതിരെ പരാതി കൊടുക്കണമെങ്കിൽ, മാത്രമല്ല ഇങ്ങനെ സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ആളാണോ മകൻ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? കാരണം ആ വിഷമം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു മകനെതിരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക, അത് നിസ്സാരമായ ഒരു കാര്യത്തിന് കാറ് കത്തിക്കുക, വീട് കത്തിക്കാനൊക്കെ ഇറങ്ങിത്തിരിക്കുക. അഷ്കർ, ആ അച്ഛൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. പക്ഷേ അപ്പോഴും ഒരു കാര്യം നമ്മൾ പ്രേക്ഷകരോട് പറയണം, ഈ ഡാനിഷ് മിൻഹാജിൻ്റെ പിതാവിൻ്റെ ഒരു സാമൂഹിക ബോധം എന്നുള്ളത്, മകൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ലൈസൻസ് ഇല്ലാതെ ആ മകനെ കാർ ഓടിക്കാൻ അനുവദിച്ചില്ലല്ലോ ആ പിതാവല്ലേ?
തീർച്ചയായും ആ കാര്യത്തിൽ ആ പിതാവിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം പലതവണ ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാത്ത വാഹനം അത് ഓടിക്കുകയും അത് അപകടത്തിൽപ്പെടുകയും പിന്നീട് ആ പിതാവും കുടുംബവും ഒക്കെ തന്നെ നിയമത്തിന് നൂലാമാലകൾ പെടുന്നത് ഒരു പ്രശ്നം. മറുഭാഗത്താണെങ്കിൽ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച് വലിയ ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മൾ പലപ്പോഴും വാർത്തയാക്കേണ്ടി വരാറുണ്ട്. ആ ദുരന്തത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ ഒരുപക്ഷെ പിതാവിന് കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. ഒരു മകൻ ആവശ്യപ്പെടുമ്പോൾ ലൈസൻസ് ഇല്ലെങ്കിൽ പോലും വാഹനം എടുത്തു കൊടുക്കുന്ന മറ്റ് രക്ഷിതാക്കൾക്കുള്ള ഒരു മുൻകരുതൽ കൂടിയാണ് ഒരുപക്ഷെ ഈ സംഭവം എന്ന് പറയേണ്ടി വരും. കാരണം അത്തരത്തിലെ പ്രകോപിതമായി വാഹനത്തിൽ തന്നെ തീ വയ്ക്കുന്ന ഒരു മകന് ലൈസൻസ് ഇല്ലാതെ ഒരു വാഹനം ഓടിക്കാൻ കൊടുത്താൽ സ്വാഭാവികമായും ഉണ്ടാവാവുന്ന ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി ആ പിതാവ് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അത്തരത്തിൻ്റെ ഒരു മുൻകരുതലിൻ്റെ ഭാഗമായി ലൈസൻസ് ഇല്ലാത്ത നിനക്ക് വാഹനത്തിൻ്റെ താക്കോൽ നൽകാനാകില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടിലേക്ക് ആ പിതാവ് എത്തിയത് സ്വാഭാവികമായും. പക്ഷേ ആ പിതാവിൻ്റെ നിലപാടിൽ മകൻ തൻ്റെ പരിധി വിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതാണ്. അങ്ങനെയാണ് പിന്നീട് ആ പിതാവിനോടുള്ള ദേഷ്യത്തിൽ പ്രകോപിതനായിക്കൊണ്ടില്ലെങ്കിൽ വാഹനത്തിന് താക്കോൽ നൽകിയില്ല എന്നുള്ള ഒറ്റ കാര്യത്തിൻ്റെ പേരിൽ വാഹനം തന്നെ പൂർണ്ണമായും പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ഒരു രീതിയിലേക്ക് ആ മിൻഹാജ് എന്ന് പറയുന്ന ഈ 21 വയസ്സുകാരൻ പോകുന്നത്. പിന്നീടാണ് പോലീസിൽ ഈ വാഹനം പൂർണ്ണമായും കത്തി നശിക്കുകയും വലിയ തോതിൽ തീപിടുത്തമുണ്ടാവുകയും ചെയ്യുന്നു. വീടിൻ്റെ മുൻഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ മകൻ്റെ പ്രവൃത്തിയിൽ ആ നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ കൃത്യമായി മകനെതിരെയാണെങ്കിൽ പോലും പോലീസിനെ സമീപിച്ച് ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ പിതാവ് തയ്യാറായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി പോലീസ് ഇപ്പോൾ ആ മകനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അരുൺ. ഓക്കെ അഷ്കർ, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ഏത് വാഹനമാണ്, ആ സമയത്ത് വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, എപ്പോഴാണ് സംഭവം, അച്ഛൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണോ കത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകരെ ഒന്ന് അറിയിക്കേണ്ടതുണ്ട്. വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇങ്ങനെയൊക്കെ മക്കൾ തുടങ്ങിയാൽ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക. 21 വയസ്സുണ്ട്.